ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ബഖറയിലെ 204, 205 നമ്പർ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് മദീനയിൽ വെച്ച് അവതരിപ്പിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അഹ്നസ് ബിൻ ഷരീഫ് എന്ന് പറയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പവും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അയാൾ നബിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറയുകയും അള്ളാഹുവിനെ സംബന്ധിച്ചും മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും സംബന്ധിച്ച് വളരെ പുകഴ്ത്തി പറയുകയും അയാള് പിന്നീട് മുസ്ലിം ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗവും അവിശ്വാസികളും തമ്മിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായപ്പോ അദ്ദേഹം അവിശ്വാസികളുടെ ഭാഗത്ത് നിൽക്കുകയും എന്നിട്ട് വിശ്വാസികളെ സംബന്ധിച്ച് മോശമായ രീതിയിൽ കാര്യങ്ങൾ പറയുകയും വിശ്വാസികളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുകയും അവരുടെ കൃഷികൾ നശിപ്പിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തപ്പോഴാണ്, ഈ ഇരുമുഖ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, വമിനൻ നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, അവരുടെ ഭൗതികമായ ഇടപെടലുള്ള സംസാരങ്ങൾ കേട്ടാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തി കളയും. അത്രയും മനോഹരമായിട്ട്, അത്രയും ഭംഗിയായിട്ട് അവർ കാര്യങ്ങൾ പറയും. അവരുടെ ഹൃദയത്തിലുള്ള വിശ്വാസം അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുകയും ചെയ്യും. അവരാണ് അലദ്ദുൽ ഹിസാം, അവർ സത്യത്തിന്റെ വൈരികളാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. അവരുടെ ഇടയിൽ നിന്ന്, വിശ്വാസികൾക്കിടയിൽ നിന്ന് അങ്ങോട്ട് മറഞ്ഞാല് അവര് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും, വിശ്വാസികളുടെ കൃഷികൾ അവർ നശിപ്പിക്കും, അക്രമങ്ങൾ നടത്തും. ഇങ്ങനെയുള്ള ഒരു പ്രവണതയുള്ള ചില ആൾക്കാർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹു തആല പറയാം. നമുക്കറിയാം, ഇന്നും നമ്മളെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങനെ ചില ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ആ പലരുടെയും ഇഷ്ടം പറ്റാനും പലരുടെയും കാര്യങ്ങൾ നേടിയെടുക്കാനും ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്ന പലരെയും കാണാം. അത് നമ്മുടെ നാടുകളിലുണ്ടാകാം, നമ്മുടെ സമൂഹത്തിലുണ്ടാകാം, നമ്മുടെ കുടുംബത്തിലുമുണ്ടാകാം. ഇങ്ങനെ പല മേഖലകളിലും നമുക്ക് അത്തരക്കാരെ കാണാൻ കഴിയും. ഇത് രാഷ്ട്രീയത്തിന് മാത്രമല്ല, മതരംഗത്തും അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പുറത്തൊന്ന് പറയും, ഇപ്പുറത്ത് വേറെ ഒന്ന് പറയും. നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ, ഏതെങ്കിലും ഒരു നാട്ടിലൊരു വിഷയമുണ്ടായി, അല്ലെങ്കിൽ കുടുംബത്തിലൊരു വിഷയമുണ്ടായി, ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ അത് ഓരോ കക്ഷി, രണ്ട് കക്ഷികളിൽ നിന്ന് ഓരോ കക്ഷിയെക്കാളും ഓരോ കക്ഷിക്ക് അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയും ഒരു സമീപനവും. ഉമ്മയെ തല്ലിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ആ ഉമ്മയെ തല്ലിയ മകൻ അനുകൂലിച്ച് മകന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു. ആരടിക്കാനാ? അവന്റെ ഉമ്മയല്ല അടിച്ചത്. അതിന്റെ വേറൊരു ചോദ്യം ചെയ്യാൻ. ഉമ്മയുടെ മുന്നിലെത്തിയാൽ എങ്ങനെയാണ് ഉമ്മയെ തല്ലുക? ഒരേ മുഖം കൊണ്ട്, ഒരേ വായ കൊണ്ട്, ഒരേ നാവ് കൊണ്ട് രണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്ന പലരും. സാധാരണയിൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സമീപനം സ്വീകരിക്കുന്നവരെ നമ്മൾ പറയുന്ന ഓത്തിന്റെ സ്വഭാവം എന്ന് പറയാറുണ്ട്. എങ്കിലും പരിശുദ്ധ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് രണ്ട് മുഖമുള്ളവൻ എന്നാണ് ഹദീസിന്റെ ഭാഷ.
ഒരാള് ഹസൻ ബസ്രി റഹിമഹുല്ലാഹയുടെ സാന്നിധ്യത്തിൽ നിന്ന് മറ്റൊരാളെ സംബന്ധിച്ച് ഇങ്ങനെ അയാൾ പുകഴ്ത്തി ഇങ്ങനെ പറയാ. സദസ്സിൽ അയാളുണ്ട്, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ആ സദസ്സിന്റെ നേതൃത്വത്തിലുള്ള ആളാണ്, അധ്യക്ഷനാണ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനിയാണ് ആ സദസ്സിന്റെ. ആ സദസ്സിൽ വെച്ചാണ് മറ്റൊരാളെ സംബന്ധിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്. അയാൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുകഴ്ത്തുന്നു. കുറച്ച് കഴിഞ്ഞ് ആ മനുഷ്യൻ, പുകഴ്ത്തപ്പെട്ട മനുഷ്യൻ എഴുന്നേറ്റ് പോയപ്പോൾ അതേ മനുഷ്യൻ തന്നെ അയാളെ ഇകഴ്ത്തി സംസാരിച്ചു. അപ്പോഴാണ് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത്, സ്റ്റോപ്പ് ചെയ്യും, നീ നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമായിട്ടാണല്ലോ ഇപ്പം പറയുന്നത്. നേരത്തെ അയാളെ പുകഴ്ത്തി പറഞ്ഞു, ഇപ്പോൾ ഇകഴ്ത്തി പറയുന്നു. നേരത്തെ അങ്ങനെ പറഞ്ഞതിന് വിപരീതമല്ലേ ഇത്? ഏതെങ്കിലും ഒന്ന് കളവാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാപ്പട്യത്തെ ഭയപ്പെടാത്തവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ സാരം, ആ രീതിയിൽ രണ്ട് മുഖ സമീപനം സ്വീകരിക്കുക എന്നത് കാപ്പട്യമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, ഓരോരുത്തർക്ക് ഒപ്പിച്ച് ഓരോരുത്തർക്ക് അനുകൂലിച്ച് സംസാരിക്കുന്ന രീതി, ആ രീതിയെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സമീപനവും അവിടുന്ന് പറഞ്ഞ വാക്കുകളും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു. സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ റസൂല് സലാം മടക്കിയില്ല. സലാം മടക്കാത്തത് കൊണ്ട് സ്വഹാബത്ത് ചോദിക്കുന്നേ, യാ റസൂലല്ലാഹ്, അങ്ങയോട് അദ്ദേഹം സലാം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് താങ്കൾ മടക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയായിരുന്നു, ജനങ്ങൾക്കൊപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്, ദുൽവജിഹൈനിയാണ് അയാൾ, രണ്ട് മുഖമുള്ളവനാണ് അയാൾ എന്ന്. കാരണം ഈ മനുഷ്യനെ നിങ്ങൾ സൂക്ഷിക്കണം, ഇവൻ നിങ്ങൾക്കും എതിരാകും എന്നാണ് റസൂല് പറഞ്ഞത്. ആലോചിച്ച് നോക്കാം വാക്കിന്റെ ഗൗരവം. അവനെ എന്നെ കാണുമ്പോൾ എനിക്ക് അനുകൂലിച്ച്, നിങ്ങളെ കാണുമ്പോൾ എനിക്കെതിരായിട്ട് നിങ്ങൾക്ക് അനുകൂലിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ആള് ആ പറയപ്പെട്ട വ്യക്തികൾക്ക് മാത്രമല്ല നിങ്ങൾക്കും അതിന് പ്രതികൂലമായും അനുകൂലമായും അവർ സംസാരിക്കും. അവർ കപടന്മാരാണ് എന്ന്. ഇത് വല്ലാത്തൊരു മോശപ്പെട്ട സ്വഭാവമാണ്. ഇന്ന് സമൂഹത്തിൽ നമ്മൾ ധാരാളമായി കാണുന്നതും അത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പറ്റി പറഞ്ഞത് ശർറുന്നാസ്, ജനങ്ങളിൽ വൃത്തികെട്ടവൻ എന്നതാണ്. ജനങ്ങളിൽ വെച്ച് വൃത്തികെട്ടവനാണ് അവൻ എന്ന് റസൂല് പറഞ്ഞത്. മാത്രമല്ല ലിസാനും മിനന്നാർ, അവന്റെ നാവ് അഗ്നിയാലുള്ള നാവാണ്, അഗ്നിയാലുള്ള നാവാണ് അവൻ്റെത് എന്നാണ് റസൂല് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്ക് ഇവിടെ നമ്മളൊന്ന് ചേർത്തി വായിക്കണം. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നിങ്ങൾക്ക് അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസമുണ്ടോ? വിശ്വാസികളാണോ നിങ്ങൾ? നിങ്ങൾക്ക് പരലോകം കൊണ്ട് വിശ്വാസമുണ്ടോ? ആഖിറം കൊണ്ട് വിശ്വാസമുണ്ടോ? എങ്കിൽ നല്ലത് പറയാം, അല്ലേ? മിണ്ടാതിരുന്നേക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വെറുതെ ആ കുറ്റം നമ്മൾ കൈവശം വെക്കുന്നതിന് പകരമായി നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ ആവശ്യങ്ങൾ ഹൈറ് മാത്രം പറയാം. ഇനി ആ വിഷയത്തിൽ ഇഷ്യൂസിന് നിങ്ങൾക്കൊരു അയാളെ പറ്റി നിങ്ങൾക്കൊരു ഹൈറ് തോന്നിയില്ലെങ്കിൽ മിണ്ടാതിരുന്നേക്കുക. ഇതാണ് വിശ്വാസിയുടെ നിലപാട്. ഇങ്ങനെ ആയിരിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്, ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ശരിയായ വാക്ക് മാത്രം പറയണം, ശരിയല്ലാത്ത വാക്ക് പറയരുത് എന്നതാണ് അതിന്റെ അർത്ഥം. ശരിയായ വാക്ക് മാത്രം പറയുക എന്ന്. നിങ്ങൾ നോക്ക്, അവസരത്തിനൊത്ത് ആളെ നോക്കി കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇഷ്ടം പറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തക്കാരനാകാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളെ പറ്റിയിട്ട് ഒരു കവി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വസ്ത്രത്തിന്റെ ഉള്ളിലുള്ള രണ്ട് മുഖം എന്നതാണ് അയാൾ ആ കവിതയ്ക്ക് ഹെഡിങ് കൊടുത്തത്.
എന്നിട്ട് അയാൾ പറയുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാൻ, അദ്ദേഹം കവിതയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മുന്നിൽ കവിതയെ പുകഴ്ത്തിക്കൊണ്ട് അയാൾ കവിത എഴുതി. വലീദ് ബിൻ അബ്ദുൽ മലിക് കെട്ടിടവും വാസ്തുവിദ്യയും താല്പര്യമുള്ള ഒരാളായിരുന്നു. അയാളെ മുന്നിൽ അതിനെ സംബന്ധിച്ച് കവിത എഴുതി പുകഴ്ത്തി. സൽമാൻ എന്ന് പറയുന്ന രാജാവ് വിവാഹ പ്രിയരായിരുന്നു. അതുപോലെ അടിമ പെൺകുട്ടികളെയാണ് അയാൾ വിവാഹത്തിന് താല്പര്യപ്പെട്ടത്. അതിനെ പുകഴ്ത്തി, അതിനെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി കവിത എഴുതി. നേരെ മറിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുമുള്ള നോമ്പും നമസ്കാരവും പ്രാർത്ഥനയും ആരാധനയിലും ഒഴുകുന്ന അതിനിഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ അതിനെപ്പറ്റി ഒരു കവിത എഴുതി. ഇങ്ങനെ ഈ കവിതകളെല്ലാം എഴുതിയത് അയാളൊരു കുഴലൂത്തുകാരൻ മാത്രമായിട്ടാണ്. ഈ ഭരണാധികാരികളുടെ ഇഷ്ടങ്ങൾ മാത്രം നേടിയെടുക്കണം, അയാളുടെ ഇഷ്ടക്കാരനാകണം, അയാളുടെ ഇഷ്ടം പറ്റാൻ വേണ്ടിയാണ് കവിതകൾ. ഈ കവിതകളിലൊന്നും അയാൾക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല. ഇതുപോലെയാണ് ഇത്തരം മനുഷ്യർ എന്ന് ആ തന്റെ കവിതയിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനത്തെ ഒരു സ്വഭാവം ഒരു വിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല, നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനയും നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചയും സംസാരവും എല്ലാം നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ എന്ത് പറഞ്ഞോ, നമ്മൾ പറഞ്ഞത് ഒരുപക്ഷെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്, നമുക്കറിയാം. പക്ഷെ അയാളുടെ ഇഷ്ടം പറ്റാൻ വേണ്ടിയല്ല, സ്വന്തക്കാരനാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, ആവശ്യമുള്ളതിൽ മാത്രം ഇടപെടുക. നീതി ഒരു വിഷയത്തിന് നമ്മൾ ഇടപെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിഷയത്തിന് നമ്മൾ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് നീതിക്കൊപ്പമുള്ള അഭിപ്രായമായിരിക്കണം, ന്യായത്തിനൊപ്പമുള്ള അഭിപ്രായമായിരിക്കണം. അല്ലാതെ സത്യത്തിന് വിരുദ്ധമായ ഒരു കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹുവിനെ സൂക്ഷിക്കുക.